മോഹൻ ചേട്ടാ ഇതെന്തോ സംഭവം ഇതാണ് കപ്പ സ്ലൈസർ. കപ്പ സ്ലൈസറോ? അതെ. ഇതാരും പറഞ്ഞു ചെയ്തോ? അതെ അതെ, ഇത് നമുക്ക് ഓർഡർ വന്നതാണ്. ഓർഡറാണ്. പിന്നെ അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 10 കിലോ കപ്പയോളം കൃത്യമായി അരിഞ്ഞെടുക്കാവുന്ന ഒരു ഹൈ സ്പീഡ് മെഷീനാണിത്. ഓക്കെ. എന്നിട്ടും നിസ്സാര സമയം കൊണ്ട് കപ്പ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റുമല്ലോ ഈ മെഷീൻ കൊണ്ട്? അതെ, 1 മിനിറ്റിൽ 10 കിലോ കപ്പ അരിയാം. 1 മിനിറ്റിൽ 10 കിലോ കപ്പ അരിയാൻ പറ്റും? അതെ അതെ അതെ. അതെ, ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അതായത് ഇത് എല്ലാം കൃത്യമായ അളവിലുള്ളതാണ് ഇത്. ഓ, അങ്ങനെ ഉണ്ടല്ലേ. നമ്മൾ സാധാരണ കപ്പ അരി എന്ന് പറഞ്ഞാൽ ചീടിച്ചിലാട്ടം അരിയും കിടുവാണ്. അതിന് പ്രത്യേക മെഷർമെന്റ് കാര്യമൊന്നുമില്ല. ഇത് സ്റ്റാൻഡേർഡ് ഒരു മെഷർമെന്റ്. കസ്റ്റമർ ഇതിനൊരു മെഷർമെന്റ് തന്നിരുന്നു. ആ രീതിയിലാണ് നമ്മൾ മെഷീൻ ഡിസൈൻ ചെയ്തത്. അങ്ങനെ പുതിയൊരു കണ്ടുപിടുത്തമാണതാ. ഒരു പുതിയ മെഷീൻ ഉണ്ടാക്കിയിരിക്കുവാണല്ലേ. ആള് നിസാരക്കാരനല്ല, നമുക്ക് എല്ലാവർക്കും നേരത്തെ അറിയാൻ പറ്റും. പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയായിരുന്നില്ലേ. കപ്പ് ഹാങ്ങർ മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അതിന് പേറ്റന്റ് കിട്ടിയായിരുന്നില്ലേ? ഡോക്ടറേറ്റ് കിട്ടി അങ്ങനെ അല്ലായിരുന്നോ? 10ാം ക്ലാസ് തന്നെ ഡോക്ടറാക്കി മാറ്റിയ ഒരു കണ്ടുപിടുത്തായിരുന്നു അതില്ലേ. അങ്ങനെ പുതിയൊരു കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുകയാണ് മോഹൻ ചേട്ടൻ കേട്ടോ. അന്നേരം നമ്മൾ തുടങ്ങിയാലോ എന്നാ? ശരി, തുടങ്ങാം. നിസ്സാര കാര്യമൊന്നും അല്ലായിരുന്നു. കാരണം പല പല കണ്ടുപിടുത്തം വേറെ നടത്തുന്നുണ്ട്. ഒരു ഓഫീസ് റൂം ഉണ്ടാക്കിയില്ലായിരുന്നു. എത്ര? 95 സ്ക്വയർ ഫീറ്റ്. 94 സ്ക്വയർ ഫീറ്റ് ഉള്ള അതിൽ സിനിമാ തിയേറ്ററും കൂടാണ്. സിനിമാ തിയേറ്റർ ഉണ്ട്, ചെറിയൊരു ബാർ ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. വെറും 94 സ്ക്വയർ ഫീറ്റ്. 94 സ്ക്വയർ ഫീറ്റ്. പിന്നെ അതുപോലെ പിന്നെ നമ്മൾ ഒരു വെറും 105 സ്ക്വയർ ഫീറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്ത സൂപ്പർ മാർക്കറ്റ്. ഓക്കെ. ഒരു സമയം തന്നെ കുറെ പേർക്ക് ഇരിക്കാനും പറ്റുമോ അതില്ലേ? അതെ 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 അതെ. ഒരേ സമയത്ത് 20 പേർക്കോളം ഈ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കാം. മറ്റേ 17 പേർക്കോളം ഈ 94 സ്ക്വയർ ഫീറ്റ് ഓഫീസിലും ഇരിക്കാം അല്ലേ? ആ രീതിയിലാണ് അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും. ഇത് ആർക്ക് വേണ്ടി ചെയ്തതാണിത്? ഇത് നമ്മൾ ഒരു ഓർഡറാണ്. ഒരു കസ്റ്റമർ പറഞ്ഞ്, അപ്പം അദ്ദേഹത്തിന് പിന്നെ ഇതുപോലൊരു പിന്നെ സ്ലൈസർ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്ലൈസർ സാധാരണ എല്ലാം റെഡിമെയ്ഡ് ഒക്കെ കിട്ടുമല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു സൈസ് അതിൽ കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു സൈസ് ഇതിനകത്ത് വേണമല്ലേ. അതെ, ആ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഈ മെഷീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ ഇതിലേക്ക് നമ്മൾ അതെ അതെ അതെ, ഇത് വിടും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാനുവലായിട്ടാണ് ഇത് നമ്മൾ കാണിച്ചത്. ഇനി ഇതിൻ്റെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കഴിയാം. അതായത് ഫുൾ കപ്പ നമ്മളിപ്പോൾ ഇതേ രൂപത്തിലുള്ള കപ്പ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇട്ട് എടുത്താൽ ഇതേ സൈസ് ആവുന്ന രീതിയിൽ ഇതിനകത്ത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടും ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. സംഭവം പറഞ്ഞ ആശയം പറഞ്ഞു ഒരാള്. ആ ആശയത്തിനനുസരിച്ച് സംഭവം ഉണ്ടാക്കി. അതെ, നമ്മൾ കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത്, അവർക്ക് എന്ത് വേണം എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അന്നേരം ഇതിന്റെ വർക്കിംഗ് രീതി ഒന്ന് പറയാൻ പറ്റുമോ? വർക്കിംഗ് രീതി നമ്മൾ ഇതിന്റെ കപ്പ ഇത് പീസ് അതായത് കസ്റ്റമർ ഇതിനൊരു അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ സ്ലൈസ് ചെയ്യുന്നതിന്റെ ഒരു ലെങ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിപ്പം ഇതേ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് മെഷീനകത്തോട്ട് ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുവാണ്. പിന്നെ അത് മാത്രമല്ല, ഇതാണ് ഇതിന്റെ അളവ്. അപ്പോൾ ഇതേ രീതിയിലാണ് കിട്ടേണ്ടത്. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ മാനുവലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഫുൾ കപ്പ ഇതിനൊരു പ്രത്യേക പിന്നെ അതായത് ഒരു കട്ടർ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് ഈ മെഷീനകത്ത്. അപ്പോൾ നമുക്ക് അതിനകത്ത് സൈസ് നമുക്ക് അധികം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് പിന്നെ ഫുള്ളായിട്ടുള്ള കപ്പ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതേ രീതിയിൽ പിന്നെ മനുഷ്യന്റെ പണിയോടെ ഇല്ല, ഒന്നുമില്ല, ഫുള്ളി ഓട്ടോമാറ്റിക്. അപ്പോൾ അത് നമുക്കിപ്പോൾ അറ്റാച്ച് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ മറ്റുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അരിഞ്ഞു കാണിക്കാമോ? ഒന്ന് അരിഞ്ഞു കാണിക്കാം. നമ്മളിൽ പൊടിപ്പുകളുണ്ടല്ലേ, ഇത് അരി പൊടിച്ച് വീഴുന്ന ഡിസൈനാണ് കാണുന്നില്ലേ. ഓ, അടിപൊളി കേട്ടോ. ഇങ്ങനെ വീഴില്ലേ, ഇവിടുന്ന് പ്രസ് കൊടുക്കൂല്ലേ. അങ്ങനെ പ്രസ് ചെയ്യണം, അപ്പുറത്ത് വീഴില്ലേ. ഓക്കെ. നിലവിൽ എത്ര കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെ നടത്തിയിട്ടുണ്ട്? ഇത് അങ്ങനെ ഒരു കണ്ടുപിടുത്തം എന്നുള്ള ലെവലിലേക്ക് കാരണം ഇതിനകത്ത് ശരിക്കും ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ആകുമ്പോഴാണ് അതിനകത്ത് അതിൻ്റെ ഒരു എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ ഇതിപ്പോൾ കസ്റ്റമറിന് ഇത്രയും ഇപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഇത്രയും മതി, ബാക്കി പിന്നാലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഇതിൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇതിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാനുള്ള വർക്കും ഉടനെ തന്നെ തുടങ്ങുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മളെ മെഷീന്റെ പേരെന്തായിരുന്നു? അതായത് നമ്മുടെ കപ്പ സ്ലൈസർ എന്നൊക്കെ പേര് ഇട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. അതെ അതെ അതെ. പല ആൾക്കാർക്ക് പല രീതിയിലുള്ള മിഷനറീസ് ഇങ്ങനെ ആവശ്യം വരുമായിരിക്കും. അന്നേരം അവരുടെ ആശയം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കുമോ? അതെ അതെ അതെ. കസ്റ്റമറിന് എന്താണ് ആവശ്യം അതാണ് നമ്മൾ ചോദിക്കുക കസ്റ്റമറിന്. ഇപ്പം ഇത് തന്നെ ഇപ്പോൾ ഈ മെഷീൻ തന്നെ ഞാൻ ആദ്യമേ ഇദ്ദേഹം എനിക്ക് ഇത് പിന്നെ ഇങ്ങനെ ഒരു വർക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ ധാരാളം കിട്ടുന്നതല്ലേ എന്ന് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞ ബനാന ചിപ്സും ഇങ്ങനെ ഉള്ള സാധനങ്ങൾ ആ സ്ലൈസർ നമുക്ക് ഇങ്ങനെ ഇതിന് കപ്പയ്ക്ക് അത് ശരിയാവത്തില്ല. അപ്പോൾ അത് മാത്രമല്ല ഈ ഒരു പ്രത്യേക മെഷർമെൻറ്റിൽ ഇങ്ങനെ ഒരു മെഷീൻ ഞാൻ കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അതേ രീതിയിൽ ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഒന്ന് കയ്യിലെടുക്കാം ചേട്ടാ. അതാണ് ഷേപ്പ് അല്ലേ? ഓ, ഇതാണ് എൻ്റെ അളവില്ലേ? അപ്പോൾ ഇതിൻ്റെ തിക്നെസ്സും എല്ലാം അത് പിന്നെ ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. കൂടാനും പാടില്ല, കുറയാനും അതെ അതെ അതെ. ഇതിൻ്റെ തിക്നെസ്, ഇതിൻ്റെ വിഡ്ത്ത്, ലെങ്ത് ഇതെല്ലാം കറക്റ്റ് പറഞ്ഞിട്ട് അതേ രീതിയിലാണ് ഇത് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഒരു മണിക്കൂർ എത്ര കിലോ കപ്പ അരിയാൻ പറ്റും? അതായത് ഒരു മണിക്കൂറല്ല, ഒരു മിനിറ്റിൽ 10 കിലോ കപ്പ. ഒരു മിനിറ്റ് 10 കിലോ കപ്പ. 10 കിലോ കൂടുതൽ കപ്പ നമുക്ക് ഒരു മിനിറ്റ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇത് ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു താമസമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ കൃത്യമായിട്ട് 10-12 കിലോ കപ്പ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാം, പിന്നെ ആളിൻ്റെ സഹായം ഇല്ലാതെ. ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് മാറിയതാ. ഇവിടെയും കുറേ സംഭവം ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്താ നമ്മൾ അന്ന് പറഞ്ഞു തരുന്നില്ലേ? ചെറിയ ട്രാക്ടറില്ലേ, മിനി ട്രാക്ടർ, ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ കപ്പ് ഹാങ്ങർ മെഷീൻ തന്നെ കുറച്ച് ഓർഡർ ഉണ്ടായതുകൊണ്ട് മറ്റേ നമ്മൾ തുടങ്ങി വെച്ച വർക്കുകളെല്ലാം ഒന്ന് പെൻഡിങ്ങായി നിർത്തിയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ മെഷീൻ എല്ലാം ഓരോ പുതിയ മെഷീനറികളാണ്. കപ്പ് ഹാങ്ങറിന്റെ പുതിയ അത് പണിയോണ്ടിരിക്കില്ല ആ കാണുന്നതൊക്കെ. നമ്മളെ കപ്പ് ഹാങ്ങർ ഒന്ന് കാണിച്ചാലോ? ഇത് സർവീസിന് വന്നതാണത്? അതെ, മെഷീൻ നമ്മുടെ പിന്നെ സർവീസിന് വന്നതാണ്. കപ്പ് ഹാങ്ങർ മെഷീനാണ്. സർവീസിന് എവിടെയൊക്കെ കയറ്റിയിട്ടുണ്ട് മെഷീൻ ഇപ്പോൾ നമുക്ക് പിന്നെ സൗത്ത് ആഫ്രിക്ക, പിന്നെ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് കസ്റ്റമറുണ്ട്. പിന്നെ ഒരു കസ്റ്റമർ തന്നെ ഒരു മെഷീൻ വാങ്ങിച്ചാൽ അവർക്ക് തന്നെ 3-4 മെഷീൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരാൾ കിടന്ന് ഓണം അല്ലേ? പിന്നെ നമുക്ക് ഈ ഓഫീസ് റൂമിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നില്ലേ? മില്യൺസ് ആൾക്കാർ കണ്ടൊരു ഒരു സംഭവമായിരുന്നില്ലേ, അത്ഭുതമായിരുന്നില്ലേ? പൊങ്ങി വരുന്ന ചെയറല്ല, ടീം മേശ, അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സൈഡ് സീറ്റ്, പിന്നെ ഒഴുകി നടക്കുന്ന ടേബിളോ, പിന്നെ ഓഫീസ് കൗണ്ടർ, പിന്നെ ഊഞ്ഞാല്, സിനിമ തിയേറ്റർ, ഇതെല്ലാം 94 സ്ക്വയർ ഫീറ്റിലുള്ള സംഭവമാണ്. 94 സ്ക്വയർ ഫീറ്റിനുള്ള ഒരു ചെറിയ ബാർ ഇല്ലായിരുന്നു ഇതിനകത്തൊരു വിത്ത് ബാർ അറ്റാച്ച്ഡ്, മിനി ബാർ ഉണ്ട്. പിന്നെ അതുകൂടെ അക്വേറിയം ഉണ്ട് ഇല്ലേ? അക്വേറിയം ഉണ്ട്. അത് നമ്മൾ കണ്ടു തന്നെ ഞെട്ടിയാണ്. തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരെണ്ണം, അത് നമ്മള് സൂപ്പർ മാർക്കറ്റ് ഇല്ലേ? അതൊരു 105 സ്ക്വയർ ഫീറ്റില് 105 സ്ക്വയർ ഫീറ്റ് ആണുള്ള. അതായത് സ്ഥലപരിമിതി നമുക്ക് നമ്മുടെ വർക്കിന് ഒരു വിഷയമല്ല. കസ്റ്റമറിന് എന്താണ് ആവശ്യം അത്രേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും, അതായത് വെറും പിന്നെ ഈ 94 സ്ക്വയർ ഫീറ്റിൽ തന്നെ അത്രയൊരു സ്പേസിൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ അതിനേക്കാൾ അത് കൂടാതെ തന്നെ മറ്റെന്ത് വേണമെങ്കിലും നമുക്ക് അത് അറ്റാച്ച് ചെയ്യാം. ഇനി വേറെ എന്തൊക്കെയോ ഉണ്ട്, പല ഐഡിയ അടുത്ത് പറഞ്ഞായിരുന്നു. അതൊക്കെ നമുക്ക് തുടർച്ചയുള്ള വീഡിയോയിൽ കാണാൻ കഴിയില്ലേ? അങ്ങനെ നിലവിൽ ഈ ഓഫീസ് റൂം ആയാലും ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റ് ആയാലും അതിന്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. ന്യൂ എഡിഷൻ ട്രാവൽ വന്നിട്ടുണ്ട്, കയറി കാണാൻ മറക്കരുത് ഇല്ലേ? പിന്നെ ഒരു കാര്യം, മോഹൻ ചേട്ടനെ ഈ രീതി അല്ലെങ്കിൽ ഇത് കണക്ക് ചെയ്യാനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ തൊട്ട് പറയും, ഇവരൊക്കെ ആരൊക്കെ ചേട്ടാ? ഇവരാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ നെടുന്തൂണ്. ഇവരില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, നമ്മുടെ ചാനൽ 5 ഇല്ല. ഈ മിഷനെ കൊണ്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ സ്ഥാപനത്തിന്റെ ചാനൽ 5ന്റെ അതിന്റെ വളർച്ച തന്നെ ഇവരാണ്. അതല്ലേ? ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് എബി പ്രശാന്ത്. അദ്ദേഹം സംസാരിക്കത്തില്ല, പക്ഷേ ആള് ബ്രില്യൻ്റ് ആണ്. ഭയങ്കര തല കേട്ടോ. അതാണ് ദൈവം അറിഞ്ഞ് ചില ആൾക്കാർക്ക് ചില കഴിവുള്ള ഒരു മനുഷ്യനാട്ടോ ഈ ഇദ്ദേഹം. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കേ ചെയ്യരുത്. അതുകൂടാതെ തന്നെ ഇതുപോലെ ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം, ചേട്ടൻ ചെയ്തു തരും ഇല്ലേ? തീർച്ചയായിട്ടും. അന്നേരം ഫോൺ വിളിക്കും, ആൾക്കാർ വിളിക്കും, എടുക്കണം. തീർച്ചയായിട്ടും എടുക്കും. എടുക്കുമല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ.